നമസ്കാരം. നമുക്ക് CSATൻ്റെ ബേസിക്സ് തൊട്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് വൺ, നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസിക്സ്. ആദ്യം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ ബേസിക്സ് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് അഡീഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ ഇസ് എ റിപ്പീറ്റഡ് അഡീഷൻ. ഫോർ എക്സാമ്പിൾ A ഇൻറ്റു B എന്ന് പറയുന്നത് Aനെ B ടൈംസ് ആഡ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് 2നെ 3 ടൈംസ് ആഡ് ചെയ്തതിന് ഈക്വലാണ്. 2 + 2 + 2 = 2 ഇൻറ്റു 3. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആണ്. അതായത് A ഇൻറ്റു B എന്ന് പറയുന്നതും B ഇൻറ്റു A എന്ന് പറയുന്നതും ഈക്വലാണ്. അതായത് 2 ഇൻറ്റു 3 എന്ന് പറയുന്നതും 3 ഇൻറ്റു 2 എന്ന് പറയുന്നതും സെയിം റിസൾട്ടാണ് കിട്ടുന്നത്. അതായത് 2 ഇൻറ്റു 3 = 6, 3 ഇൻറ്റു 2 = 6, സെയിം ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഏത് ഗ്രൂപ്പായിട്ട് ചെയ്താലും അതിൻ്റെ ആൻസർ സെയിം തന്നെയാണ്. 2 ഇൻറ്റു 3 ഇൻറ്റു 4 = we know that it's 24, and 4 ഇൻറ്റു 3 ഇൻറ്റു 2 = 24. അതായത് നമ്പേഴ്സിനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ സെയിം തന്നെ ആയിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം നമ്പർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ആണ്. 3 ഇൻറ്റു 1 = 3. നെക്സ്റ്റ് വൺ, സീറോ പ്രോപ്പർട്ടി. ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ആൻസർ 0 തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 2നെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ്. 3നെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ്. ഏത് നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 0 തന്നെ ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ്, ഡിവിഷൻ ബേസിക്സ്. ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു നമ്പറിനെ ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതിൻ്റെ ഫോർമുല ഫോർ എക്സാമ്പിൾ A/B = C. അതായത് A എന്ന് പറയുന്നത് Bനെ C ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 8 എന്ന നമ്പർ നമ്മൾ 4 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കത് 2 വട്ടം ചെയ്യാൻ പറ്റും. 4 ഈക്വൽ പാർട്സായിട്ട് 2 ടൈംസ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 8 എന്ന് പറയുന്നതിന് നമുക്ക് 2 ടൈംസ് 4 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ സെയിം നമ്പർ തന്നെ ആയിരിക്കും ആൻസർ. ഫോർ എക്സാമ്പിൾ 2 / 1 = 2, 3 / 1 = 3. മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് 0. അതായത് ഏതൊരു നമ്പർ കൊണ്ടും 0നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ 0 തന്നെ ആയിരിക്കും. അതായത് 0നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ 0 തന്നെയാണ്. പക്ഷേ ഡിവിഷൻ ബൈ 0 ലോ പറയുന്നത് 0നെ ഒരു നമ്പർ കൊണ്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോഴും സ്റ്റിൽ നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഡിവിഷൻ ബൈ 0. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്, വിച്ച് മീൻസ് എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും ബിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും രണ്ട് റിസൾട്ടാണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 8/4 = we know that it's 2. പക്ഷേ 4നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 0.5. സോ ഇറ്റ്സ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഡിവിഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല.